അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് തന്നെ കടക്കാം. എൻ്റെ പേര് രാഖിൽ RS. സ്പെഷ്യൽ ടോപ്പിക്കിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഈ കഴിഞ്ഞ CPO പരീക്ഷയുടെ ചോദ്യങ്ങളും അവയുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട വസ്തുക്കളും നമുക്കൊന്ന് പരിശോധിക്കാം. ഈ ഒരു പരീക്ഷയിൽ കഴിഞ്ഞ CPO പരീക്ഷയുടെ പ്രധാനപ്പെട്ട ചോദ്യമായിരുന്നു. അപ്പോൾ നമ്മുടെ സെക്ഷൻ്റെ പേര് ഡ്രസ് റിഹേഴ്സൽ സെക്ഷൻ ഓഫ് WCPO എന്നാണ്. കാരണം അവസാന റൗണ്ട് പോരാട്ടമാണ്. നമുക്ക് നോക്കാം. ഒന്നാമത്തെ ചോദ്യം, വിവരാവകാശ നിയമം അനുസരിച്ച് തേർഡ് പാർട്ടി മൂന്നാം കക്ഷിയാൽ നൽകപ്പെട്ടിട്ടുള്ളതും മൂന്നാം കക്ഷി രഹസ്യമായി കരുതുന്നതുമായ ബന്ധപ്പെട്ട വിഷയത്തെ സംബന്ധിച്ച് വിവരാവകാശ നിയമപ്രകാരം ലഭിച്ച അപേക്ഷയിന്മേൽ ഡാഷ് ദിവസത്തിനകം മൂന്നാം കക്ഷിക്ക് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ നോട്ടീസ് നൽകേണ്ടതാണ് എന്നുള്ളതാണ് ഇവിടുത്തെ ചോദ്യം. അതായത് തേർഡ് പാർട്ടി ഇൻഫർമേഷനുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. മൂന്നാം കക്ഷി വിവരവുമായി ബന്ധപ്പെട്ട ഒരു വിവരമാണ്. ആരാണ് ഈ മൂന്നാം കക്ഷി എന്ന് വെച്ചാൽ, മൂന്നാം കക്ഷിയുടെ നിർവചനം പറയുന്നത് വിവരാവകാശ നിയമത്തിലെ പ്രധാനപ്പെട്ട വകുപ്പ് സെക്ഷൻ 2N മൂന്നാം കക്ഷിയുടെ ഡെഫിനിഷൻ. മൂന്നാം കക്ഷി എന്ന് പറഞ്ഞാൽ വിവരാവകാശ നിയമപ്രകാരം അപേക്ഷ കൊടുക്കുന്ന പൗരനല്ലാത്ത ബാക്കിയുള്ളതെല്ലാം തേർഡ് പാർട്ടിയാണ്. ഈവൻ സ്ഥാപനങ്ങൾ, പൊതു സ്ഥാപനങ്ങൾ ഉൾപ്പെടെയുള്ളത് എന്താണ്, പബ്ലിക് അതോറിറ്റി എല്ലാം തന്നെ തേർഡ് പാർട്ടി അല്ലെങ്കിൽ മൂന്നാം കക്ഷി എന്നറിയപ്പെടുന്നു. മൂന്നാം കക്ഷിയുമായി ബന്ധപ്പെട്ട വിവരങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മൾ ഓർമ്മിച്ചിരിക്കേണ്ടത് തേർഡ് കക്ഷി ഇൻഫർമേഷൻ നൽകുന്നതിനെ കുറിച്ച് പറയുന്ന വകുപ്പ് സെക്ഷൻ 11. തേർഡ് പാർട്ടി ഇൻഫർമേഷൻ പറയുന്നു. തേർഡ് പാർട്ടി ഇൻഫർമേഷൻ ഒരു വ്യക്തിയിൽ നിന്ന് വിവരാവകാശത്തിൽ അപേക്ഷ ലഭിച്ച ശേഷം മൂന്നാം കക്ഷിയിൽ നിന്ന് വിവരം ആവശ്യമുണ്ടെങ്കിൽ പ്രസ്തുത അപേക്ഷ ലഭിച്ച് 5 ദിവസത്തിനുള്ളിൽ, ഓർത്തിരിക്കണം, 5 ദിവസത്തിനുള്ളിൽ മൂന്നാം കക്ഷിക്ക് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ, സംസ്ഥാന പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറോ നോട്ടീസ് അയക്കണം. അപ്പോൾ തേർഡ് പാർട്ടിയെ സംബന്ധിച്ച വിവരങ്ങൾ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആ അപേക്ഷയിന്മേൽ 5 ദിവസത്തിനുള്ളിൽ തേർഡ് പാർട്ടിയുടെ വിശദീകരണം ചോദിക്കണം. തേർഡ് പാർട്ടിക്ക് മറുപടി നൽകേണ്ടുന്നത് എത്ര ദിവസത്തിനുള്ളിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഓർത്തിരിക്കണം, 10 ദിവസത്തിനുള്ളിലാണ്. അപ്പോൾ തേർഡ് പാർട്ടി മറുപടി നൽകേണ്ടത് 10 ദിവസത്തിനകം എന്നോർത്തിരിക്കുക. സെക്ഷൻ 11(2) പറയുക. അപ്പോൾ 5 ദിവസത്തിനുള്ളിൽ നോട്ടീസ് അയക്കണം, 10 ദിവസത്തിനുള്ളിൽ തേർഡ് പാർട്ടി മറുപടി നൽകണം. അപ്പോൾ ഇവിടുത്തെ ഉത്തരം എത്രയാണ്? 10 ഉം 5 ഉം 15 എന്നാണ് ശരി ഉത്തരം. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ വിവരാവകാശ നിയമപ്രകാരം ഡാഷ് ദിവസത്തിനകം മൂന്നാം കക്ഷിയുമായി പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ നോട്ടീസ് നൽകേണ്ടതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അപേക്ഷയിന്മേൽ മൂന്നാം കക്ഷിക്ക് നോട്ടീസ് നൽകേണ്ടത് ചോദിച്ചാൽ എത്ര ദിവസത്തിനുള്ളിലാണ്? 5 ദിവസത്തിനുള്ളിൽ. അപ്പോൾ വിവരാവകാശ നിയമം അനുസരിച്ച് മൂന്നാം കക്ഷിയാൽ നൽകപ്പെട്ടിട്ടുള്ളതും മൂന്നാം കക്ഷി രഹസ്യമായി കരുതുന്നതുമായി ബന്ധപ്പെട്ട വിഷയത്തെ സംബന്ധിച്ച് വിവരാവകാശ നിയമപ്രകാരം ലഭിച്ച അപേക്ഷയിന്മേൽ ഡാഷ് ദിവസത്തിനകം മൂന്നാം കക്ഷിക്ക് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ നോട്ടീസ് നൽകേണ്ടതാണ് എന്ന് ചോദിക്കുമ്പോൾ 5 ദിവസത്തിനുള്ളിലാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ഒരു ഭാഗത്തേക്ക് പോകാം. അപ്പോൾ ഈ മൂന്നാം കക്ഷിയുമായി ബന്ധപ്പെട്ട ഈ ദിവസങ്ങളിൽ നോട്ടീസ് അയക്കേണ്ട ദിവസങ്ങളിൽ വ്യക്തത ഓർത്തിരിക്കുക. മൂന്നാം കക്ഷിയുടെ അഭിപ്രായം ആരായാൻ വേണ്ട സമയപരിധിയാണ് 5 ദിവസം. മൂന്നാം കക്ഷിയോട് അഭിപ്രായം ആരായാൻ വേണ്ട സമയം 5 ദിവസമാണ്. മൂന്നാം കക്ഷിക്ക് മറുപടി നൽകേണ്ടുന്ന സമയപരിധി എത്ര ദിവസമാണ്? 10 ദിവസം. മൂന്നാം കക്ഷിക്ക് മറുപടി നൽകേണ്ടത് എത്ര ദിവസമാണ്? 10 ദിവസമാണ്. അപേക്ഷ മറ്റൊരു വിവരാവകാശ അധികാരി കൈമാറേണ്ട പരിധി ചോദിച്ചാൽ എത്ര ദിവസമാണ്? 5 ദിവസമാണ്. അത് എത്ര ദിവസത്തിനുള്ളിലാണ് ഒന്നാം അപ്പീൽ നൽകേണ്ടത് ചോദിച്ചാൽ മറുപടി ലഭിച്ച് എത്ര ദിവസത്തിനുള്ളിലാണ്? മറുപടി ലഭിച്ച് സമയപരിധി അവസാനിച്ച് 30 ദിവസത്തിനുള്ളിലാണ്. ഒന്നാം അപ്പീൽ തീർപ്പാക്കേണ്ട 30 ദിവസത്തിനുള്ളിലാണ്. മതിയായ കാരണം ഉണ്ടെങ്കിൽ 45 ദിവസത്തിനുള്ളിൽ ഇത് പരിഹരിച്ചാൽ മതിയാകും. എത്ര ദിവസത്തിനുള്ളിലാണ് രണ്ടാം അപ്പീൽ സമർപ്പിക്കേണ്ടതെന്ന് ചോദിച്ചാൽ 90 ദിവസത്തിനുള്ളിലാണ് രണ്ടാം അപ്പീൽ സമർപ്പിക്കേണ്ടത്. കേന്ദ്ര സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ രണ്ടാം അപ്പീൽ തീർപ്പാക്കേണ്ട സമയപരിധിയെ പറ്റി പ്രതിപാദിക്കുന്നില്ല എന്ന കാര്യം ഓർത്തിരിക്കണം. ഇനി വിവരാവകാശ നിയമത്തിലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ് 2005 വിവരാവകാശ നിയമപ്രകാരം താഴെ പറയുന്നതിൽ ഏതെല്ലാം വിവരങ്ങളാണ് വെളിപ്പെടുത്തലിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടിട്ടില്ലാത്തത്? അതായത് വെളിപ്പെടുത്തലിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടിട്ടില്ലാത്തത് ഏതെല്ലാമെന്നാണ്. ഒരു വ്യക്തിയുടെ ജീവനത്തെയും സ്വാതന്ത്ര്യത്തെയും കുറിച്ചുള്ള വിവരങ്ങൾ. ഓപ്ഷൻ ബി, കോടതി പ്രസിദ്ധീകരണം നിരോധിച്ചതായ വിഷയങ്ങൾ. ഓപ്ഷൻ സി, ഒരു വിദേശ സർക്കാരിൽ നിന്ന് ലഭിച്ചിട്ടുള്ള രഹസ്യ വിവരങ്ങൾ. ഓപ്ഷൻ ഡി, മന്ത്രിസഭാ ചർച്ചകളുടെ രേഖകൾ. ഇതിൽ ഓപ്ഷൻ എ ആണ് ഇവിടുത്തെ ശരി ഉത്തരമെന്ന് ഓർത്തിരിക്കണം. കാരണം എന്തുകൊണ്ടെന്നാൽ ഓപ്ഷൻ ബി, കോടതി പ്രസിദ്ധീകരണം നിരോധിച്ച വിവരങ്ങൾ വിവരാവകാശ നിയമപ്രകാരം കിട്ടുമോ? കിട്ടത്തില്ല. രണ്ടാമത്തത്, വിദേശ സർക്കാരിൽ നിന്ന് ലഭിച്ചിട്ടുള്ള രഹസ്യ വിവരം ഒരിക്കലും വിവരാവകാശ നിയമപ്രകാരം ലഭിക്കില്ല. 3, ക്യാബിനറ്റ് പേപ്പറുകൾ എന്ന് പറയും. അതായത്
മന്ത്രിമാരുടെയും ഗവൺമെൻറ് സെക്രട്ടറിമാരുടെയും ചർച്ചകളെ സംബന്ധിക്കുന്ന രേഖകളാണ് നമുക്കറിയാം, അത് കിട്ടില്ല. അതുകൊണ്ട് മന്ത്രിസഭാ ചർച്ചകളും വിവരാവകാശ നിയമം ലഭിക്കില്ല എന്ന് ഓർത്തിട്ട്. അപ്പോൾ ലഭിക്കാവുന്നതൊന്ന് ഒരു വ്യക്തിയുടെ ജീവിതത്തെയും സ്വാതന്ത്ര്യത്തെയും കുറിച്ചുള്ള വിവരങ്ങളൊക്കെ വേണമെങ്കിൽ ലഭിക്കാം. അപ്പോൾ ഒഴിവാക്കപ്പെട്ടിട്ടില്ലാത്തത് ഇവിടെ ഓപ്ഷൻ എ ആണ്. അപ്പോൾ വിവരാവകാശ നിയമത്തിൻ്റെ ഏത് വകുപ്പാണ് ഒഴിവാക്കലിനെ പറ്റി പറയുന്നത് മറക്കരുത്. സെക്ഷൻ 8 ആണ്. 8-ന് കീഴിലാണ് ചില വിഷയങ്ങൾ വെളിപ്പെടുത്താൻ പാടില്ല എന്ന് പ്രതിപാദിക്കുന്നു. അപ്പം അത്തരം വിഷയങ്ങൾ ഏതൊക്കെയാണ്? ഈ വകുപ്പ് അനുസരിച്ച് താഴെ പറയുന്ന വിവരങ്ങളിൽ പൗരനോട് വെളിപ്പെടുത്താൻ ബാധ്യതയില്ല. എന്തൊക്കെയാണ്? ഒന്ന്, ഇന്ത്യയുടെ പരമാധികാരത്തെയും അഖണ്ഡതയെയും ബാധിക്കുന്ന വിവരങ്ങൾ തീർച്ചയായിട്ടും വെളിപ്പെടുത്താൻ പാടില്ല. 2, രാഷ്ട്ര സുരക്ഷയെ ബാധിക്കുന്ന വിവരങ്ങൾ. അതുപോലെ തന്നെ സംസ്ഥാനത്തിൻ്റെ തന്ത്രപരമോ അല്ലെങ്കിൽ ശാസ്ത്രീയമോ സാമ്പത്തികമോ ആയ താല്പര്യങ്ങളെ സംബന്ധിക്കുന്ന വിവരങ്ങൾ വെളിപ്പെടുത്തൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. വിദേശ രാജ്യങ്ങളുമായുള്ള ബന്ധം നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. ഇന്ത്യയുടെ യുദ്ധതന്ത്രം ഒരിക്കലും വെളിപ്പെടുത്താൻ പറ്റില്ല. കോടതികളുടെ ട്രൈബ്യൂണലിൻ്റെ അവകാശങ്ങൾ ലംഘിക്കുന്നതോ കോടതി ഉത്തരവുകളുടെ പ്രസിദ്ധീകരണം നിരോധിക്കുന്നതുമായ വിവരങ്ങൾ. മനസ്സിലാവുന്നുണ്ടോ? കോടതി പ്രസിദ്ധീകരണം നിരോധിച്ചിട്ടുള്ള വിഷയങ്ങൾ ഇതൊന്നും എന്ത് ചെയ്യാൻ പറ്റില്ല, വിവരാവകാശ നിയമപ്രകാരം നൽകാൻ പറ്റില്ല. അതുപോലെ തന്നെ പാർലമെന്റിൻ്റെയോ സംസ്ഥാന നിയമസഭയുടെ പ്രത്യേക അവകാശങ്ങളുടെ ലംഘനത്തിന് കാരണമായേക്കാവുന്ന വിവരങ്ങൾ, പൊതുജന താല്പര്യമല്ല എന്ന് യുക്താധികാരിക്ക് തൃപ്തികരമായി ബോധ്യപ്പെട്ടത് മൂന്നാം കക്ഷിയുടെ മത്സരാധിഷ്ഠിത സ്ഥാനത്തിന് ഹാനികരമായേക്കാവുന്ന വ്യാപാര രഹസ്യങ്ങൾ, സ്വത്ത്, വാണിജ്യ വിശ്വസ്തത എന്നിവ ഉൾപ്പെടുന്ന വിവരങ്ങൾ മുതലായവ. എന്ന് പറഞ്ഞാൽ തേർഡ് പാർട്ടി എന്നറിയപ്പെടുന്നത് അപേക്ഷകനല്ലാത്ത മറ്റാരെങ്കിലും സ്ഥാപനമൊക്കെ ആകാം. ആ സ്ഥാപനത്തിൻ്റെ എന്തെങ്കിലും ഒരു വിവരം ചോദിച്ചിരിക്കുന്നു, പക്ഷെ അത് പൊതുജന താല്പര്യമുള്ള വിഷയമല്ല എന്ന് യുക്താധികാരിക്ക് തൃപ്തികരമായി ബോധ്യപ്പെടുന്നു. മാത്രമല്ല ഈ വിവരം വെളിപ്പെടുന്നത് ആ സ്ഥാപനത്തിൻ്റെ മത്സരാധിഷ്ഠിത വ്യാപാര വളർച്ചയെയോ അവരുടെ കച്ചവട താല്പര്യത്തെയോ അവരുടെ ഭാവിയെയോ സ്ഥാപനത്തെയോ ഒക്കെ ബാധിക്കുന്നതാണ്. ഇത്തരം സാഹചര്യങ്ങളിൽ മൂന്നാം കക്ഷിയെക്കുറിച്ചുള്ള വിവരങ്ങളും വെളിപ്പെടുത്തേണ്ടതില്ല. അതുപോലെ പരസ്പര വിശ്വാസത്തിൽ വിദേശ രാജ്യങ്ങളിൽ നിന്ന് സ്വീകരിച്ച വിവരങ്ങൾ, നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ, രഹസ്യ വിവരങ്ങൾ, അത്തരം വിവരങ്ങൾ വെളിപ്പെടുത്തേണ്ടതില്ല. ഏതെങ്കിലും വ്യക്തിയുടെ ജീവനോ ശാരീരിക സുരക്ഷയ്ക്കോ അപകടത്തിലാകുന്ന അല്ലെങ്കിൽ സുരക്ഷാ ആവശ്യങ്ങൾക്ക് നിയമപാലകർക്കോ വേണ്ടി രഹസ്യമായി കൈമാറിയ വിവരങ്ങളുടെ ഉറവിടം തിരിച്ചറിയുന്ന വിവരങ്ങൾ, അത്തരം വിവരങ്ങളും വെളിപ്പെടുത്തും. ഇവിടെ ശ്രദ്ധിക്കണം, ഏതെങ്കിലും വ്യക്തിയുടെ ജീവനോ ശാരീരിക സുരക്ഷയോ അപകടത്തിലാക്കുന്ന വിവരങ്ങൾ, അത്തരം വിവരങ്ങൾ അല്ലെങ്കിൽ പിന്നെ പോലീസിനോ മറ്റോ രഹസ്യമായി നൽകിയിട്ടുള്ള വിവരങ്ങൾ, ഇത്തരം വിവരങ്ങളൊന്നും വിവരാവകാശ നിയമപ്രകാരം ലഭിക്കുന്നതല്ല. ഒപ്പം തന്നെ കുറ്റവാളികളുടെ വിചാരണയോ അറസ്റ്റിനെയോ അന്വേഷണ പ്രക്രിയയോ തടസ്സം വരുത്തുന്ന ചില വിവരങ്ങൾ, അത്തരം വിവരങ്ങൾ നൽകുന്നതല്ല. വ്യക്തിപരമായ വിവരങ്ങളെ സംബന്ധിക്കുന്നതോ പൊതുജന താല്പര്യ പ്രവർത്തനങ്ങളുമായി ഒരു ബന്ധവുമില്ലാത്തതും ഒരു വ്യക്തിയുടെ സ്വകാര്യതയെ ലംഘിക്കുന്നതുമായ വിവരങ്ങൾ പൊതുജന താല്പര്യമുള്ള വിഷയമല്ല, സ്വകാര്യതയെ ലംഘിക്കുന്നതല്ല. ഇത്തരം വിഷയങ്ങൾ ലംഘിക്കുന്ന വിവരങ്ങൾ ഇത്തരം ചെയ്യുന്നില്ല, വെളിപ്പെടുത്തേണ്ടതില്ല. അവസാനം ക്യാബിനറ്റ് പേപ്പറുകളാണ് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, മന്ത്രിസഭാ ചർച്ചകളൊക്കെ ഉൾപ്പെടുന്നത് ക്യാബിനറ്റ്, ഇതൊന്നും ഉൾപ്പെടുത്തേണ്ടതില്ല. ഇനി വിവരാവകാശ നിയമത്തിൻ്റെ പരിധിയിൽപ്പെടാത്ത ചില സേനാ വിഭാഗങ്ങൾ അല്ലെ, അർദ്ധ സൈനിക സേനാ വിഭാഗങ്ങൾ ഏതൊക്കെ നോക്കാം. ഒന്ന്, അസാർ റൈഫിൾസ്, അതുപോലെ IB ഇന്റലിജൻസ് ബ്യൂറോ, റിസർച്ച് ആൻഡ് അനാലിസിസ് വിങ് റോ എന്ന് കേട്ടിട്ടില്ലേ. അതുപോലെ തന്നെ ഇൻഡോ ടിബറ്റൻ ബോർഡർ ഫോഴ്സ് ITBP എന്നൊക്കെ പറയും. അതുപോലെ നാഷണൽ സെക്യൂരിറ്റി ഗാർഡ് NSG, അതുപോലെ നാർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോ, അതുപോലെ സശസ്ത്ര സീമ ബെൽ, അതുപോലെ ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ് BSF എന്നൊക്കെ പറയും. അതുപോലെ ഡയറക്ടർ ജനറൽ ഓഫ് ഇൻകം ടാക്സ്, ഡയറക്ടറേറ്റ് ഓഫ് എൻഫോഴ്സ്മെന്റ്, ബോർഡർ റോഡ് ഡെവലപ്മെന്റൽ ഓർഗനൈസേഷൻ, സെൻട്രൽ റിസർവ് പോലീസ് ഫോഴ്സ് തുടങ്ങിയ ഫോഴ്സുകളുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ അല്ലെങ്കിൽ തുടങ്ങിയ സ്ഥാപനങ്ങൾ, സേനകൾ വിവരാവകാശ നിയമത്തിന്റെ പരിധിയിൽ പെടുന്നതല്ല. എന്നാൽ ഇത്തരം സേനകളിലും മനുഷ്യാവകാശം, അഴിമതി എന്നിവയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ സംസ്ഥാന വിവരാവകാശ കമ്മീഷന്റെ അനുമതിയോടെ എന്ത് ചെയ്യാം, നൽകാവുന്നതാണെന്നും പറയുന്നു. ഓക്കെ, അടുത്തൊരു ചോദ്യം നോക്കുക. CRPC നിയമത്തിലെ ഒരു ചോദ്യം. ക്രിമിനൽ നടപടി നിയമപ്രകാരം കുറ്റസമ്മതം രേഖപ്പെടുത്താൻ അധികാരപ്പെട്ട ഉദ്യോഗസ്ഥൻ, കുറ്റസമ്മതം രേഖപ്പെടുത്താൻ അധികാരമുള്ള ഉദ്യോഗസ്ഥൻ. ഓപ്ഷൻ എ, എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റിന് അധികാരമുണ്ടോ? ഇല്ല. ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് ശരിയാണ്. അന്വേഷണ ഉദ്യോഗസ്ഥന് അധികാരമില്ല. പിന്നെയോ അഭിഭാഷകനല്ല, ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് എന്നുള്ളതാണ് ശരി ഉത്തരം. അപ്പോൾ എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ് ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം ഒരു ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് അല്ല. ജുഡീഷ്യൽ മജിസ്ട്രേറ്റിന്റെ അധികാരങ്ങൾ കൂടി പകർന്നു കിട്ടിയിട്ടുള്ള, ജുഡീഷ്യൽ മജിസ്ട്രേറ്റിന്റെ അധികാരങ്ങൾ കൂടി പകർന്നു കിട്ടിയിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥനാണ് ആരെന്നറിയപ്പെടുന്നത്, എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ്. അദ്ദേഹം ഒരു ഉദാഹരണം ജില്ലാ കളക്ടർ, ജില്ലാ മജിസ്ട്രേറ്റിന്റെ അധികാരങ്ങൾ കൂടിയുള്ള ഒരു എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ് ആണ്. അപ്പോൾ കുറ്റസമ്മതം നടത്തേണ്ടത് ആരുടെ മുന്നിലാണ്? ജുഡീഷ്യൽ മജിസ്ട്രേറ്റിന്റെ മുമ്പിലാണെന്ന് ഓർക്കണം. അടുത്തൊരു ചോദ്യം. നോൺ കൊഗ്നിസബിൾ ആയിട്ടുള്ള ഒരു കുറ്റകൃത്യത്തിന് താഴെ പറയുന്നതിൽ ഏതാണ് ബാധകം? ഓപ്ഷൻ എ,
മജിസ്ട്രേറ്റിന്റെ ഉത്തരവില്ലാതെ കുറ്റം അന്വേഷിക്കാം, എന്നാൽ വാറണ്ട് ഇല്ലാതെ പ്രതി അറസ്റ്റ് ചെയ്യാൻ പാടുള്ളതല്ല. ഓപ്ഷൻ ബി, മജിസ്ട്രേറ്റിന്റെ ഉത്തരവില്ലാതെ കുറ്റം അന്വേഷിക്കുകയും വാറണ്ട് ഇല്ലാതെ പ്രതിയെ അറസ്റ്റ് ചെയ്യുകയുമാകാം. ഓപ്ഷൻ സി, മജിസ്ട്രേറ്റിന്റെ ഉത്തരവില്ലാതെ കുറ്റം അന്വേഷിക്കുകയോ വാറണ്ട് ഇല്ലാതെ പ്രതിയെ അറസ്റ്റ് ചെയ്യാനോ പാടുള്ളതല്ല. ഓപ്ഷൻ ഡി, മജിസ്ട്രേറ്റിന്റെ ഉത്തരവില്ലാതെ കുറ്റം അന്വേഷിക്കാൻ പാടുള്ളതല്ല, എന്നാൽ വാറണ്ട് ഇല്ലാതെ പ്രതി അറസ്റ്റ് ചെയ്യാം. അപ്പോൾ ഇതിൽ കൊഗ്നിസിബിൾ ആൻഡ് നോൺ കൊഗ്നിസിബിൾ ഒഫൻസ് നമ്മൾ ഡെഫിനിഷനിൽ പറയുന്നുണ്ട്. അത് എൽ എന്നറിയപ്പെട്ട വകുപ്പ് നമുക്കറിയാം, അത് നോൺ കൊഗ്നിസിബിൾ ഒഫൻസിനെ പറ്റി പറയുന്നു. 2C കൊഗ്നിസിബിൾ ഒഫൻസിനെ പറ്റി പറയുന്നു. ഒരു പോലീസ് ഉദ്യോഗസ്ഥന് വാറണ്ട് ഇല്ലാതെ ഒരു വ്യക്തിയെ അറസ്റ്റ് ചെയ്യാൻ കഴിയാവുന്ന തരം കുറ്റങ്ങളെയാണ് കൊഗ്നിസിബിൾ എന്നറിയപ്പെട്ടു. എന്നാൽ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ് നോൺ കൊഗ്നിസിബിൾ എന്ന് പറഞ്ഞാൽ ഒൺലി അറസ്റ്റ് വിത്ത് വാറണ്ട്, അല്ലേ, അറസ്റ്റ് ഒൺലി വിത്ത് വാറണ്ട് ഓർ ഓർഡർ ഫ്രം എനി ജുഡീഷ്യൽ മജിസ്ട്രേറ്റ്. അപ്പോൾ കോടതിയിൽ നിന്നുള്ള ഉത്തരവ് അടിസ്ഥാനം. അപ്പോൾ നോൺ കൊഗ്നിസിബിൾ എന്നാണ് ഇവിടുത്തെ ചോദ്യം. എന്ന് പറഞ്ഞാൽ വാറണ്ടോടുകൂടി മാത്രമേ അറസ്റ്റ് ചെയ്യാൻ പാടുള്ളൂ എന്നാണ്. താഴെ പറയുന്ന കുറ്റകൃത്യം എന്താ ബാധകം? ഇവിടുത്തെ ഒന്നേ ശരിയുള്ളൂ. ഓപ്ഷൻ സി ആണ്. മജിസ്ട്രേറ്റിന്റെ ഉത്തരവില്ലാതെ കുറ്റം അന്വേഷിക്കുകയോ വാറണ്ട് ഇല്ലാതെ പ്രതി അറസ്റ്റ് ചെയ്യാനോ പാടുള്ളതല്ല എന്ന കാര്യം ഇവിടെ ഓർത്തിരിക്കണം. ഓക്കെ, അപ്പം ഈ പ്രതികളുടെ കുറ്റസമ്മതവും മൊഴിയും രേഖപ്പെടുത്തുന്നതിനെ സംബന്ധിച്ച് പ്രതിപാദിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വകുപ്പാണ് CRPC നിയമത്തിലെ സെക്ഷൻ 164. ക്രിമിനൽ നടപടി നിയമക്രമം 973 സെക്ഷൻ 164 എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കുറ്റസമ്മതം, മൊഴി എന്നിവ രേഖപ്പെടുത്തുന്നത് സംബന്ധിച്ചാണ് പ്രതിപാദിക്കുക. കുറ്റസമ്മതവും മൊഴിയും രേഖപ്പെടുത്തുന്നതിനെ കുറിച്ച് പ്രതിപാദിക്കുന്നു. എപ്പോഴാണ് കുറ്റസമ്മതവും മൊഴി രേഖപ്പെടുത്തുന്നത്? ഓപ്ഷൻ എ, ഇതും കഴിഞ്ഞ പരീക്ഷയുടെ ചോദ്യമാണ്, അന്വേഷണ വേളയിൽ മാത്രം. ഓപ്ഷൻ ബി, അന്വേഷണത്തിനിടയിലോ അതിന് ശേഷമോ, എന്നാൽ ഇൻക്വയറിക്ക് മുമ്പോ വിചാരണ ആരംഭിക്കുന്നതിന് മുൻപ്. ഓപ്ഷൻ സി, അന്വേഷണത്തിനിടയിലും ഇൻക്വയറിക്കിടയിലും. ഓപ്ഷൻ ഡി, വിചാരണ ആരംഭിച്ചതിന് ശേഷം. അപ്പോൾ ഇവിടുത്തെ ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ആണ്, അന്വേഷണത്തിന് ഇടയിലോ അതിന് ശേഷമോ, എന്നാൽ ഇൻക്വയറിയോ വിചാരണയോ ആരംഭിക്കുന്നു. വാട്ട് യു മീൻ ബൈ ഇൻക്വയറി? ഇൻക്വയറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മജിസ്ട്രേറ്റ് ഒരു കേസിന്മേൽ നടത്തുന്ന അന്വേഷണത്തെ, അല്ലെങ്കിൽ കോടതി നടത്തുന്ന അന്വേഷണത്തെയാണ് ഇൻക്വയറി എന്ന് പറയുക. INQUIRY, ഇൻക്വയറി. എന്നാൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ നടത്തുന്ന പ്രാഥമിക അന്വേഷണത്തെ ഇൻവെസ്റ്റിഗേഷൻ എന്നാണ് പറയുക. ഇൻവെസ്റ്റിഗേഷൻ. ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ നടത്തുന്ന, അന്വേഷണ ഉദ്യോഗസ്ഥൻ നടത്തുന്ന ഒരു കേസിൻ്റെ തെളിവിലേക്കായി നടക്കുന്ന പ്രാരംഭ നടപടികളെ ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറയുന്നു. കോടതിയാണ് അത്തരം പ്രവൃത്തി ചെയ്യുന്നതെങ്കിൽ അതിനെന്ത് പറയും? ഇൻക്വയറി എന്നും പറയുന്നു. ഇൻക്വയറി. ഓക്കെ, അപ്പോൾ എന്താണെങ്കിലും ശരി, അന്വേഷണത്തിനിടയിലോ അതിന് മുമ്പോ ശേഷമോ, ഇൻക്വയറിക്ക് മുമ്പോ വിചാരണ ആരംഭിക്കുന്നതിന് മുമ്പോ ആണ് 164 സ്റ്റേറ്റ്മെൻറ്റ് കൈകാര്യം. അപ്പോൾ 164 സ്റ്റേറ്റ്മെൻറ്റിനെ കുറിച്ചുള്ള പ്രധാനപ്പെട്ട വസ്തുതകൾ നോക്കുക. റെക്കോർഡിംഗ് ഓഫ് കൺഫെഷൻ ആൻഡ് സ്റ്റേറ്റ്മെൻറ്റ്, കുറ്റസമ്മതങ്ങളും മൊഴികളും ഒരു മജിസ്ട്രേറ്റിന് മുമ്പിൽ രേഖപ്പെടുത്തുന്നതിനെ കുറിച്ച് പറയുന്ന വകുപ്പാണ് 164. എങ്ങനെയുള്ള മജിസ്ട്രേറ്റാണ് 164 മൊഴി രേഖപ്പെടുത്തേണ്ടത്, സ്റ്റേറ്റ്മെൻറ്റ് രേഖപ്പെടുത്തേണ്ടതെന്നുള്ള ചോദിക്കാം. ഒന്നുകിൽ പറയുന്നു ഒരു മെട്രോപൊളിറ്റൻ മജിസ്ട്രേറ്റോ അല്ലെങ്കിൽ ഒരു ജുഡീഷ്യൽ മജിസ്ട്രേറ്റോ ആയിരിക്കണം. ഒന്ന് മെട്രോപൊളിറ്റൻ മജിസ്ട്രേറ്റിനോ ഒരു ജുഡീഷ്യൽ മജിസ്ട്രേറ്റിനോ അദ്ദേഹത്തിന് അധികാരപരിധി, ജൂറിസ്ഡിക്ഷൻ എന്ന് പറയും, അധികാരപരിധി ഉണ്ടെങ്കിലോ ഇല്ലെങ്കിലോ 164 പ്രകാരമുള്ള മൊഴി രേഖപ്പെടുത്താം എന്ന് ഓർത്തിരിക്കണം. കുറ്റസമ്മതമോ മൊഴിയോ രേഖപ്പെടുത്തണം. ഈ രേഖ കേസിൻ്റെ തെളിവിലേക്കായി അന്വേഷണ ഉദ്യോഗസ്ഥന് ഉപയോഗിക്കാവുന്നതുമാണ്. ഇവിടെ ഓർത്തിരിക്കേണ്ട പ്രധാനപ്പെട്ട പ്രത്യേകത, 164 പ്രകാരമുള്ള മൊഴി CRPC നിയമപ്രകാരം രേഖപ്പെടുത്തുമ്പോൾ കുറ്റാരോപിതനായ വ്യക്തിയുടെ അഭിഭാഷകന്റെ സാന്നിധ്യത്തിൽ ഓഡിയോ വീഡിയോ രൂപത്തിൽ അത് രേഖപ്പെടുത്താവുന്നതാണ്. മാത്രമല്ല, നിലവിലുള്ള നിയമപ്രകാരം ഒരു മജിസ്ട്രേറ്റിൻ്റെ അധികാരമുള്ള പോലീസ് ഉദ്യോഗസ്ഥൻ ഇത്തരം കുറ്റസമ്മതം രേഖപ്പെടുത്താൻ പാടുള്ളതല്ല. അതായത് മജിസ്ട്രേറ്റിൻ്റെ ചുമതലയുള്ള, നേരത്തെ പറഞ്ഞില്ലേ എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ് ആണെന്ന് പറഞ്ഞില്ലേ, അത്തരം ചുമതലകളുള്ള പോലീസ് ഉദ്യോഗസ്ഥരുണ്ടാകും. പക്ഷേ അവർക്ക് ഈ മൊഴി രേഖപ്പെടുത്താൻ പാടില്ല. ഒന്നുകിൽ ഒരു മെട്രോപൊളിറ്റൻ മജിസ്ട്രേറ്റിനോ അല്ലെങ്കിൽ ഒരു ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റിനോ ആണ് മൊഴി രേഖപ്പെടുത്താൻ അധികാരമുള്ളത്. പോലീസോ അന്വേഷണ ഏജൻസികളോ ഹാജരാക്കുന്ന ഒരു വ്യക്തിയുടെ മാത്രമേ മൊഴി 164 വകുപ്പ് പ്രകാരം രേഖപ്പെടുത്താം. അപ്പോൾ 164 വകുപ്പ് പ്രകാരം മൊഴി രേഖപ്പെടുത്തണമെങ്കിൽ ഒന്നുകിൽ പോലീസോ അല്ലെങ്കിൽ ഏതെങ്കിലും അന്വേഷണ ഏജൻസി, CBI പോലെയുള്ള ഏതെങ്കിലും അന്വേഷണ ഏജൻസിയോ കോടതിയിൽ ഹാജരാക്കുന്ന പ്രതികളുടെ മാത്രമേ 164 സ്റ്റേറ്റ്മെൻറ്റ് കൈകാര്യം ചെയ്യാൻ പാടുകയുള്ളൂ. ഇനി 164(2) പറയുന്നു, കുറ്റസമ്മതം രേഖപ്പെടുന്നതിന് മുൻപ് മജിസ്ട്രേറ്റ് ആ വ്യക്തിയോട് അയാൾക്ക് കുറ്റസമ്മതം നടത്താൻ നിയമപരമായി ബാധ്യതയില്ലെന്നും ഈ കുറ്റസമ്മതം അയാൾക്കെതിരെയുള്ള തെളിവായി ഉപയോഗിക്കാൻ ഇടയുണ്ടെന്നും അയാളെ അറിയിക്കേണ്ടതാണ്.
കുറ്റസമ്മതം നടത്താൻ ഒരാൾ വന്നിരിക്കുന്നു, അയാളോട് ജഡ്ജി അല്ലെങ്കിൽ മജിസ്ട്രേറ്റ് പറഞ്ഞിരിക്കണം, നിങ്ങൾ കുറ്റസമ്മതം നടത്താൻ നിയമപരമായി യാതൊരു ബാധ്യതയില്ല, നിങ്ങൾ നടക്കുന്ന കുറ്റസമ്മതം നിങ്ങൾക്കെതിരെ തന്നെയുള്ള തെളിവായി ഉപയോഗിക്കാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞതിന് ശേഷവും അയാൾ കുറ്റസമ്മതം നടത്താൻ തയ്യാറായെങ്കിൽ മാത്രമേ അയാൾ കുറ്റസമ്മതം രേഖപ്പെടുത്താൻ പാടുള്ളൂ. എന്നാൽ അയാൾ സ്വമേധയാ കുറ്റസമ്മതം നടത്താൻ തയ്യാറല്ലെങ്കിൽ ഒരു കാരണവശാലും അയാളുടെ കുറ്റസമ്മതമോ മൊഴിയോ മജിസ്ട്രേറ്റ് രേഖപ്പെടുത്താൻ പാടില്ല എന്നും പറയുന്നു 164(2). അതുപോലെ അറസ്റ്റ് ചെയ്ത വ്യക്തിയെ കോടതി മുമ്പ് ഹാജരാക്കുമ്പോൾ അയാൾ മജിസ്ട്രേറ്റിനോട് കുറ്റസമ്മതം നടത്താൻ തയ്യാറല്ല എന്ന് പറഞ്ഞാൽ മജിസ്ട്രേറ്റ് അയാളെ പോലീസ് കസ്റ്റഡിയിൽ വയ്ക്കാൻ അധികാരം കൊടുക്കാൻ പാടില്ല. 164(3) എന്ന വകുപ്പിൽ പറയുന്ന ഒരാൾ പോലീസ് ഒരു പ്രതിയെ കസ്റ്റഡിയിൽ വെച്ച് സമ്മതിപ്പിച്ച് കൊണ്ടുവന്നു, മജിസ്ട്രേറ്റിൻ്റെ മുമ്പിലെത്തുമ്പോൾ ഇയാൾ പറയുന്നു എനിക്ക് കുറ്റസമ്മതം നടത്താൻ തയ്യാറല്ല, ഞാൻ ഒരുക്കമല്ല എന്ന് പറഞ്ഞാൽ ഒരു കാരണവശാലും അയാളുടെ മൊഴിയോ കുറ്റസമ്മതമോ രേഖപ്പെടുത്താൻ പാടില്ല. മാത്രമല്ല അയാളെ തുടർന്ന് പോലീസ് കസ്റ്റഡിയിൽ വിടാൻ പാടില്ല എന്നും പറയുന്നു, ഓർത്തിരിക്കുക. അതുപോലെ തന്നെ 164(4) പറയുന്നു, സെക്ഷൻ 281 വകുപ്പിലെ വ്യവസ്ഥകൾ പ്രകാരം കുറ്റാരോപിതന്റെ മൊഴി മജിസ്ട്രേറ്റ് രേഖപ്പെടുത്തണം. ഇപ്രകാരം രേഖപ്പെടുത്തുന്ന മൊഴിയിൽ ഇയാൾ ഒപ്പിടേണ്ടതും മജിസ്ട്രേറ്റ് താൻ ഇപ്രകാരം രേഖപ്പെടുത്തിയിട്ടുണ്ടതിന് ഒരു മെമ്മോറാണ്ടം തയ്യാറാക്കണം. അതായത് ഈ പ്രതി അല്ലെങ്കിൽ ഈ പോലീസോ അല്ലെങ്കിൽ അന്വേഷണ ഏജൻസിയോ ഹാജരാക്കുന്ന വ്യക്തി നൽകുന്ന 164 പ്രകാരമുള്ള ഈ ഒരു റിപ്പോർട്ട് കൃത്യമായി ഒരു മെമ്മോറാണ്ടം എഴുതി തയ്യാറാക്കുകയും അതിൽ ഈ പ്രതിയെ കൊണ്ട് ഒപ്പുവെച്ച് സൂക്ഷിക്കുകയും വേണമെന്ന് പറയുന്നു 164(4). കുറ്റസമ്മതമല്ലാത്ത മൊഴികൾ ആ വ്യക്തിയെ കൊണ്ട് പ്രതിജ്ഞ ചൊല്ലിച്ചതുകൊണ്ട് എടുപ്പിക്കാൻ മജിസ്ട്രേറ്റിന് അധികാരമുണ്ടായിരിക്കും, അല്ലേ? നമുക്കറിയാം നിയമമൊഴി സാധ്യമായ എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ കേട്ടില്ലേ, പ്രതിജ്ഞ ചൊല്ലുന്ന ആ പ്രതിജ്ഞ ചൊല്ലിക്കൊണ്ട് തന്നെ ഈ മൊഴി രേഖപ്പെടുത്താം. ഏതാണ്? കുറ്റസമ്മതമല്ലാത്ത മൊഴികൾ അപ്രകാരം പ്രതിജ്ഞ ചൊല്ലിക്കൊണ്ട് എടുപ്പിക്കാൻ മജിസ്ട്രേറ്റിന് അധികാരമുണ്ടായിരിക്കും. 164(4) പറയുന്നു, 164 വകുപ്പ് പ്രകാരം രേഖപ്പെടുത്തുന്ന മൊഴികൾ ആ കേസിന്റെ വിചാരണ അധികാരമുള്ള മജിസ്ട്രേറ്റിന് അയച്ചു കൊടുക്കേണ്ടതാണ്. അതായത് കേസിന്റെ ജൂറിസ്ഡിക്ഷനുള്ള അധികാരപരിധിയുള്ള മജിസ്ട്രേറ്റ് ആരാണോ അദ്ദേഹത്തിന് ഈ 164 പ്രകാരമുള്ള മൊഴികളുടെ പകർപ്പ് അല്ലെങ്കിൽ മൊഴി അയച്ചു കൊടുക്കേണ്ടതാണെന്ന് പറയുന്നു. ഓക്കെ, അടുത്തൊരു പ്രധാനപ്പെട്ട ചോദ്യം നമുക്ക് നോക്കാം. ഇതും കഴിഞ്ഞ CPO പരീക്ഷയുടെ ചോദ്യമായിരുന്നു. ചോദ്യം ഇങ്ങനെയാണ്: FIR ഫയൽ ചെയ്യുന്നതിനുള്ള തള്ളിക്കളയാവുന്ന സാഹചര്യമല്ല പ്രോസിക്യൂഷൻ കേസ്. അതായത് 4 സ്റ്റേറ്റ്മെൻറ്റുകളാണ് FIRനെ സംബന്ധിച്ച് പ്രതിപാദിക്കുന്നു. നമുക്ക് നോക്കാം. ഒന്ന് പറയുന്നു, FIR ഫയൽ ചെയ്യാനുള്ള തള്ളിക്കളയാവുന്നൊരു സാഹചര്യമല്ല പ്രോസിക്യൂഷൻ കേസ്. പൂർണ്ണമായും തള്ളിക്കളയാൻ പറ്റുന്ന സാഹചര്യമല്ല. അതായത് ഇതിൻ്റെ ഓർഡർ തെറ്റിക്കിടക്കുകയാണ്. അതായത് ഒരു FIR ഫയൽ ചെയ്യാനുള്ള കാലതാമസം ഒരു കേസ് തള്ളിക്കളയാനുള്ള സാഹചര്യമല്ല എന്നുള്ളതാണ്. 2, FIR ഫയൽ ചെയ്യാനുള്ള കാലതാമസം പ്രോസിക്യൂഷൻ കേസ് പൂർണ്ണമായും തള്ളിക്കളയാവുന്ന സാഹചര്യമാണ്. ഓക്കെ. 3, FIR ഫയൽ ചെയ്യാനുള്ള അസാധാരണമായ കാലതാമസം FIRൽ തിരുത്തലുകൾ വരുത്തുവാൻ മതിയായ സമയം ലഭിച്ചുവെന്ന് സംശയിക്കുന്നതിനുള്ള നിയമപരമായ അടിസ്ഥാനം നൽകുന്ന ഒരു സാഹചര്യമാണ്. സ്റ്റേറ്റ്മെൻറ്റ് നമ്പർ 3 സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ മേൽപ്പറഞ്ഞ നിർദ്ദേശവുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നതിൽ ശരി ഏത്? ഉണ്ടോ? 1 മാത്രം ശരി, 1, 2 തെറ്റ്, 1 and 3 ശരി തെറ്റ്, ഇങ്ങനെയൊക്കെ ഉണ്ട് ഓപ്ഷൻസ്. അപ്പോൾ എന്താണ് ശരി ഉത്തരം ഇവിടെ നോക്കുക. 1ാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്, FIR ഫയൽ ചെയ്യാനുള്ള കാലതാമസം ഒരു കേസ് പൂർണ്ണമായും തള്ളിക്കളയാനുള്ള സാഹചര്യമല്ല. ശരിയല്ലേ ഈ സ്റ്റേറ്റ്മെൻറ്റ്? FIR സമർപ്പിക്കാൻ പല കാരണങ്ങളാൽ കാലതാമസം വരാം. ജെനുവിനായ കാരണമാണെങ്കിൽ അതുകൊണ്ടൊരു കേസ് തള്ളിക്കളയാൻ കഴിയില്ല. അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. 1ാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. സ്റ്റേറ്റ്മെൻറ്റ് നമ്പർ 2, ഒരു FIR ഫയൽ ചെയ്യാനുള്ള കാലതാമസം പ്രോസിക്യൂഷൻ കേസ് പൂർണ്ണമായും തള്ളിക്കളയാവുന്ന ഒരു സാഹചര്യമാണ്. അത് തെറ്റാണ്, അല്ലേ? FIR സമർപ്പിക്കാനുള്ള കാലതാമസം എന്തുകൊണ്ട് വന്നു എന്ന് മനസ്സിലാക്കാതെ കേസ് പൂർണ്ണമായും തള്ളിക്കളയാൻ പറ്റില്ല. അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റ്. 3, FIR ഫയൽ ചെയ്യാനുള്ള അസാധാരണമായ കാലതാമസം FIRൽ തിരുത്തലുകൾ വരുത്താൻ മതിയായ സമയം ലഭിച്ചുവെന്ന് സംശയിക്കുന്നതിനുള്ള നിയമപരമായ അടിസ്ഥാനം നൽകുന്ന സാഹചര്യമാണ്. ശരിയല്ലേ? അസാധാരണമായ കാലതാമസം, അതായത് മറ്റ് സാഹചര്യങ്ങളൊന്നുമില്ല, അസാധാരണമായ കാലതാമസം. ഈ കാലതാമസം FIRൽ തിരുത്തലുകൾ വരുത്താൻ മതിയായ സമയം ലഭിച്ചുവെന്ന് വേണമെങ്കിൽ പ്രോസിക്യൂഷന് സംശയിക്കാവുന്ന ഒരു സാഹചര്യമാണ്. അപ്പോൾ ഇത് ശരിയായ സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ 1, 3 ശരിയാണ്, 2 തെറ്റ് എന്നുള്ളതാണ് കേട്ടോ. 1, 3 ശരി, 2 തെറ്റ് എന്നുള്ളതാണ് ഇവിടുത്തെ ശരിയായ. ഓക്കെ, നമുക്ക് അടുത്ത FIRനെ സംബന്ധിക്കുന്ന പ്രധാനപ്പെട്ടൊരു സെക്ഷനാണ് 154(1). കൊഗ്നിസബിൾ കുറ്റകൃത്യത്തെക്കുറിച്ചൊരു പോലീസ് വാക്കാലോ ലഭിക്കുന്ന ഏതൊരു വിവരങ്ങളും എഴുതി സൂക്ഷിക്കേണ്ടതും പ്രസ്തുത വിവരങ്ങൾ
ആളെ നൽകുന്ന ആളെ വായിച്ച് കേൾപ്പിക്കേണ്ടതുമാണ്, അയാൾ അതിൽ ഒപ്പിടേണ്ടതും അതിൻ്റെ സാരം ആ ഉദ്യോഗസ്ഥൻ കേസ് ഡയറിയിൽ രേഖപ്പെടുത്തേണ്ടതുമാണ്. അതായത് ഒരു കൊഗ്നിസിബിൾ കേസിനെ സംബന്ധിച്ച് പോലീസിന് വിവരം ലഭിച്ചാൽ അത്തരം വിവരങ്ങൾ രേഖപ്പെടുത്തുന്നതിനെ കുറിച്ച് പറയുന്നു 154(1). 154(2) പറയുന്നു, ഇപ്രകാരം രേഖപ്പെടുത്തിയ വിവരത്തിൻ്റെ ഒരു പകർപ്പ് വിവരം കൊടുക്കുന്ന ആൾക്ക് ഉടനടി സൗജന്യമായി നൽകേണ്ടതാണെന്ന് പറയുന്നു. അങ്ങനെ രേഖപ്പെടുത്തുന്നതിനുള്ള വിവരം അടങ്ങുന്ന രേഖയാണ് FIR അല്ലെങ്കിൽ ഫസ്റ്റ് ഇൻഫർമേഷൻ റിപ്പോർട്ട് എന്ന് പറയുന്നു. ഫസ്റ്റ് ഇൻഫർമേഷൻ റിപ്പോർട്ട് എന്ന് പറയുന്നു. ഓക്കെ, ഇനി നമുക്ക് അടുത്തൊരു ചോദ്യത്തിലേക്ക് പോകാം. 2000 IT ആക്ടാണ്, വിവര സാങ്കേതിക വിദ്യാ നിയമപ്രകാരം IT ആക്ട് പ്രകാരം ഒരു ഡേറ്റ പരീക്ഷിക്കുന്നതിൽ പരാജയപ്പെട്ടാൽ താഴെ പറയുന്നവരിൽ ആരാണ് നഷ്ടപരിഹാരം നൽകാൻ ബാധ്യസ്ഥരായിട്ടുള്ളത്? 1, സർക്കാർ ഏജൻസികൾ മാത്രം. ഓപ്ഷൻ ബി, ഡേറ്റ നേരിട്ട് കൈകാര്യം ചെയ്യുന്ന വ്യക്തികൾ മാത്രം. ഓപ്ഷൻ സി, സെൻസിറ്റീവ് സ്വഭാവമുള്ള വ്യക്തിഗത ഡേറ്റയോ വിവരങ്ങളോ വയ്ക്കുന്നതോ കൈകാര്യം ചെയ്യുന്നതോ ആയ ഏതൊരു കമ്പനിയും. ഓപ്ഷൻ ഡി, ലാഭ്യതയില്ലാത്ത സ്ഥാപനങ്ങൾ മാത്രം. അപ്പോൾ ഒരു പ്രൊട്ടക്റ്റഡ് ഡേറ്റ അല്ലെങ്കിൽ സംരക്ഷിതമായിട്ടുള്ള ഒരു ഡേറ്റ കൈമോശം വന്നു പോയാൽ അല്ലെങ്കിൽ സംരക്ഷിക്കുന്നതിൽ പരാജയപ്പെട്ടാൽ ആരാണ് നഷ്ടപരിഹാരം നൽകേണ്ടത്? ഒരു വലിയ സ്ഥാപനം, ആ സ്ഥാപനത്തിൽ നമ്മുടെ വിലപ്പെട്ട ആധാർ രേഖകളോ റേഷൻ കാർഡോ മറ്റെന്തെങ്കിലും കൊടുത്തു, അത് അവിടുന്ന് ആ രേഖകൾ നഷ്ടമായി എന്ന് കരുതുക. ഈ ഡേറ്റ സംരക്ഷിക്കുന്നവർ പരാജയപ്പെട്ടു, അങ്ങനെയെങ്കിൽ നമുക്ക് നഷ്ടപരിഹാരം തരേണ്ടത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സർക്കാർ ഏജൻസികളാണോ? അല്ല. പിന്നെയോ ഏതെങ്കിലും സ്വകാര്യ ആ ഡേറ്റ കൈകാര്യം ചെയ്യുന്ന അവിടുത്തെ ജോലിക്കാരാണോ? അല്ല. പിന്നെ ആരാണ്? ഓപ്ഷൻ സി ആണ് ശരി. സെൻസിറ്റീവ് സ്വഭാവമുള്ള വ്യക്തിഗത ഡേറ്റയോ വിവരങ്ങളോ വയ്ക്കുന്നതോ കൈകാര്യം ചെയ്യുന്നതോ ആയ ഏതൊരു കമ്പനിയും, കോർപ്പറേറ്റ് കമ്പനികൾ ഉൾപ്പെടെ നഷ്ടപരിഹാരം നൽകേണ്ടതാണെന്നുള്ള ഓപ്ഷൻ സി ആണ് അവിടുത്തെ ശരി. 2000 വിവര സാങ്കേതിക വിദ്യാ നിയമപ്രകാരമുള്ള മറ്റൊരു ചോദ്യം, അശ്ലീലമായ വിഷയം ഇലക്ട്രോണിക് രൂപത്തിൽ പ്രസിദ്ധീകരിക്കുന്നതോ കൈമാറ്റം ചെയ്യുന്നതോ ആയ കുറ്റം താഴെ പറയുന്നവയിൽ ഏതാണ്? അല്ലേ, നമുക്കറിയാം ഓപ്ഷൻ എ, ഒരു പ്രത്യേക സമൂഹത്തിന് നിന്ദാകരമായി കണക്കാക്കുന്ന വിഷയം അശ്ലീലം അല്ല. അതുപോലെ വിഷയം വായിക്കുന്നവരുടെയോ കാണുന്നവരുടെയോ കാമാത്മകമായ താല്പര്യങ്ങളെ ഉണർത്തുന്ന വിഷയം കേൾക്കുന്നവരുടെയും ആണോ? ഓപ്ഷൻ സി, സർക്കാരിനെയോ അതിൻ്റെ നയങ്ങളോ വിമർശിക്കുന്ന വിഷയം അല്ല. ഇവിടെ എന്താ പറയുക, അശ്ലീലമായ വിഷയം എന്ന് പറയുന്നില്ല, എന്നതിൽ വരുന്നില്ല. ലൈംഗികത പ്രകടമാക്കുന്ന പ്രവൃത്തിയോ പെരുമാറ്റമോ ഉൾക്കൊള്ളുന്ന വിഷയം, ലൈംഗികത പ്രകടമാക്കുന്നത് പ്രവൃത്തിയോ പെരുമാറ്റമോ ഉൾക്കൊള്ളുന്ന വിഷയം എന്നുള്ളത് ഇവിടുത്തെ ശരിയാണെന്ന് ഓർക്കുക. ഓപ്ഷൻ ഡി ശരിയായ ഉത്തരമാണ്. അപ്പോൾ സെക്ഷൻ 43A എന്നതാണ് കോമ്പൻസേഷൻ ഫോർ ഫെയിലിയർ ടു പ്രൊട്ടക്ട് ഡേറ്റ. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ക്വസ്റ്റ്യൻ. അപ്പോൾ ഡേറ്റ പരീക്ഷ സംരക്ഷിക്കുന്നതിൽ പരാജയപ്പെട്ടാലുള്ള നഷ്ടപരിഹാരം നൽകുന്നതിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന പ്രധാനപ്പെട്ട IT ആക്ട് 2000 വകുപ്പ് ചോദിച്ചാൽ സെക്ഷൻ 43(1) സെക്ഷൻ 43(1) വകുപ്പെന്ന് ഓർക്കുക. ഒരു കോർപ്പറേറ്റ് ഉടമസ്ഥതയിലോ നിയന്ത്രണത്തിലോ ഉള്ളതോ അല്ലെങ്കിൽ ഏതെങ്കിലും കമ്പ്യൂട്ടർ സോഴ്സിലുള്ളതോ ആയിട്ടുള്ള ഏതെങ്കിലും സംരക്ഷിക്കപ്പെട്ട വിവരങ്ങൾ, വളരെ സെൻസിറ്റീവായ വിവരങ്ങൾ, അത് പരീക്ഷിക്കുന്നതിൽ പരാജയപ്പെട്ട് കഴിഞ്ഞാൽ അയാൾ നഷ്ടപരിഹാരം നൽകണം. ആ വ്യക്തിക്ക് 5 കോടിയിൽ കവിയാത്ത തുക നഷ്ടപരിഹാരമായി നൽകാൻ കോർപ്പറേറ്റ് ബോഡി ബാധ്യസ്ഥൻ. അപ്പോൾ ചോദിക്കാം, ഡേറ്റ സംരക്ഷിക്കാൻ പരാജയപ്പെട്ടാൽ പിഴയായി ഈടാക്കുന്നത് പരമാവധി തുക എത്രയാണ്? 5 കോടി രൂപയാണെന്ന് ഓർക്കണം. 5 കോടി രൂപയിൽ കവിയാത്ത എന്നാണ് പറയുക. ഓക്കെ, ഇനി പണിഷ്മെന്റ് ഫോർ പബ്ലിഷിംഗ് ഓർ ട്രാൻസ്മിറ്റിംഗ് ഒബ്സെൻസ് മെറ്റീരിയൽ ഇൻ ഇലക്ട്രോണിക് ഫോം, അതായത് അശ്ലീല ചിത്രങ്ങൾ ഡിജിറ്റൽ രൂപത്തിൽ പ്രസിദ്ധീകരിക്കുന്നതോ കൈമാറ്റം ചെയ്യുന്നതിനുള്ള ശിക്ഷയെ പറ്റി പ്രതിപാദിക്കുന്ന വകുപ്പ് ഏതാണ്? 67 നോക്കണം. ഇന്റർനെറ്റ് അല്ലെങ്കിൽ ഡിജിറ്റൽ മീഡിയ വഴി അശ്ലീല ചിത്രങ്ങൾ, വീഡിയോകൾ എന്നിവ പങ്കുവച്ചാൽ എന്നിവ പ്രചരിപ്പിക്കുന്നത് സെക്ഷൻ 67 പ്രകാരം കുറ്റകരമായി വരുന്നതാണ്. ശിക്ഷ എന്താണ്? ആദ്യ തവണ ചെയ്യുന്ന കുറ്റമാണെങ്കിൽ 3 വർഷം വരെ തടവും 5 ലക്ഷം രൂപ വരെ പിഴയും. കുറ്റം ആവർത്തിച്ചാൽ എത്രയാണ്? 5 വർഷം വരെ പിഴയും 10 ലക്ഷം രൂപ, 5 വർഷം വരെ തടവും 10 ലക്ഷം രൂപ പിഴയുമാണ് ലഭിക്കുന്നത് എന്ന് ഓർക്കണം. അപ്പോൾ ഇതിൻ്റെ അതാണ് അശ്ലീല ചിത്രങ്ങൾ, വീഡിയോകൾ എന്നിവയുടെ പ്രചാരണം എന്നിവയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ് സെക്ഷൻ 67A ആണ്. 67 പനിഷ്മെൻ്റ് ആണ്. അതിനെക്കുറിച്ചുള്ള പനിഷ്മെൻ്റ് പറയുന്നു. പോണോഗ്രഫിയുമായി ബന്ധപ്പെട്ട IT ആക്ടിലെ വകുപ്പ് പരീക്ഷയ്ക്ക് ചോദിക്കാം. പോണോഗ്രഫി, അശ്ലീല ചിത്രങ്ങൾ, വീഡിയോകൾ എന്നിവയുടെ പ്രചരണം എന്നിവ ഉൾക്കൊള്ളുന്ന അതിനെക്കുറിച്ചെല്ലാം പ്രതിപാദിക്കുന്ന, അത് ശിക്ഷാർഹമാണെന്ന് പ്രതിപാദിക്കുന്ന വകുപ്പ് 67A ആണ്. അപ്പോൾ പോണോഗ്രഫിയുമായി ബന്ധപ്പെട്ട വകുപ്പ് ഏതാണ്? 67A എന്ന വകുപ്പാണ്
67A പ്രകാരമുള്ള ശിക്ഷയും ആദ്യ തവണയാണ് ചെയ്യുന്നതെങ്കിൽ കിട്ടുന്ന ശിക്ഷ 5 വർഷം വരെ തടവും 10 ലക്ഷം രൂപ പിഴയുമാണ്. രണ്ടാം തവണ കുറ്റം ആവർത്തിച്ചാൽ 7 വർഷം വരെ തടവും 10 ലക്ഷം രൂപ പിഴയുമാണ്. മാത്രമല്ല ഇത് കൊഗ്നിസിബിൾ ഒഫൻസ് ആണ്, നോൺ ബെയിലബിൾ ആണ്. പോലീസിന് വാറണ്ട് ഇല്ലാതെ അറസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അതുപോലെ ഒരു നോൺ ബെയിലബിൾ ഒഫൻസ് ആണെന്ന് ഓർക്കുക. അശ്ലീല ചിത്രങ്ങൾ പ്രദർശിപ്പിക്കുക, പ്രചരിപ്പിക്കുക തുടങ്ങിയ പ്രവർത്തനങ്ങൾ അറിയപ്പെടുന്നത് പോണോഗ്രാഫി എന്നാണെന്ന് ഓർക്കണം. പോണോഗ്രാഫി. ഓക്കെ, ഇനി കുട്ടികളുടെ അശ്ലീല ചിത്രങ്ങളാണ്. ചൈൽഡ് പോണോഗ്രഫിയെ പറ്റി പറയുന്ന വകുപ്പ് 67B ആണ്. ഇത് പരീക്ഷയ്ക്ക് നിരന്തരം ചോദിക്കുന്ന ഒരു സെക്ഷൻ കൂടിയാണെന്ന് ഓർക്കുക. 67B ആണ്. കുട്ടികളുടെ അശ്ലീല ചിത്രങ്ങൾ, വീഡിയോകൾ എന്നിവയുടെ പ്രദർശനം, പ്രചാരണം എന്നിവയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന IT ആക്ടിലെ വകുപ്പ് 67B ആണെന്ന് ഓർക്കുക. ശിക്ഷ ആദ്യ തവണയാണെങ്കിൽ 5 വർഷം വരെ തടവും 10 ലക്ഷം രൂപ പിഴയുമാണ്. കുറ്റം ആവർത്തിച്ചാൽ 7 വർഷം വരെ തടവും 10 ലക്ഷം രൂപ പിഴയുമാണ്. ഇറ്റ് ഈസ് ആൾസോ കൊഗ്നിസിബിൾ ആൻഡ് നോൺ ബെയിലബിൾ ഒഫൻസ് എന്ന് ഓർത്തിരിക്കുക. ഓക്കെ, ഇനി പോക്സോ ആക്ടിൽ നിന്നുള്ളൊരു ചോദ്യമാണ്. ഇതും കഴിഞ്ഞ പരീക്ഷയുടെ ചോദ്യം. 2012 ലൈംഗിക അതിക്രമങ്ങളിൽ നിന്നുള്ള കുട്ടികളുടെ സംരക്ഷണ നിയമം അനുസരിച്ച് ഒരു കുട്ടിയുടെ മേൽ ലൈംഗിക ആക്രമണം നടത്തിയാൽ താഴെ പറയുന്നതിൽ ഏത് ശിക്ഷയാണ് ലഭിക്കുക? ഓപ്ഷൻ എ പിഴയോടുകൂടി 5 വർഷം വരെ തടവ്. ഓപ്ഷൻ ബി തടവില്ലാതെ നാമമാത്രമായ പിഴയടയ്ക്കൽ. ഓപ്ഷൻ സി കുറ്റവാളിയെ താക്കീത് ചെയ്യുക. ഓപ്ഷൻ ഡി 6 മാസത്തെ കമ്മ്യൂണിറ്റി സേവനം. നമുക്കിതിൽ അധികം ചർച്ച ചെയ്യേണ്ട കാര്യമില്ലല്ലോ, നമ്മൾ പഠിച്ചല്ലോ. പിഴയോടുകൂടിയ 5 വർഷം വരെ തടവാണ്. കുറ്റം ആവർത്തിച്ചാൽ 5 വർഷം കൊണ്ട് എത്ര വർഷമാകും? 7 വർഷം വരെ ആകുമെന്ന് നമ്മൾ പഠിച്ചതാണ്. ഓക്കെ, പോക്സോ നിയമം അല്ലേ. അപ്പം 2012 ലൈംഗിക അതിക്രമങ്ങളിൽ നിന്നുള്ള കുട്ടികളുടെ സംരക്ഷണ നിയമം അനുസരിച്ച് താഴെ പറയുന്നതിൽ ഗൗരവകരമായ ലൈംഗിക അതിക്രമണം അല്ലാത്തത് ഏത് എന്നുള്ളതാണ് ഉത്തരം. ഇവിടെ ഗൗരവകരമായിട്ടുള്ള പിന്നീട് ലൈംഗിക അതിക്രമമായിട്ട് കണക്കാക്കപ്പെടുന്നത് എന്താ പറയുക, പിന്നെ കൂട്ട ബലാത്സംഗം, അല്ലെങ്കിൽ മൂർച്ചയേറിയ ആയുധങ്ങൾ ഉപയോഗിക്കുക, മാനസിക വൈകല്യമുള്ള കുട്ടികളെ ഉപദ്രവിക്കുക, ഇത്തരം കാര്യങ്ങളാണ് ഗുരുതരമായ ലൈംഗിക അതിക്രമമായി കണക്കാക്കുക. ഓപ്ഷൻ എ ഒന്നിലധികം തവണ കുട്ടിക്ക് നേരെയുള്ള ലൈംഗിക അതിക്രമം ഗുരുതരമായ ലൈംഗിക അതിക്രമമായി കണക്കാക്കുന്നു. 16 വയസ്സിന് താഴെയുള്ള ഒരു കുട്ടിയുടെ നേരെയുള്ള കടന്നുകയറ്റത്തിലൂടെയുള്ള ലൈംഗിക അതിക്രമം, ഒരു കുട്ടിക്ക് നേരെ സംഘം ചേർന്ന് കടന്നുകയറ്റത്തിലൂടെ ലൈംഗിക അതിക്രമം ഗുരുതരമായ ലൈംഗിക അതിക്രമമാണ്. മുകളിൽ കൊടുത്തിരിക്കുന്നത് ഒന്നുമല്ല എന്നുള്ളത്. അപ്പം ഇവിടുത്തെ പിന്നെ അല്ലാത്തത് ഏതാണെന്ന് ചോദിക്കുമ്പോഴത്തേക്ക് ഓപ്ഷൻ ബി ആണ് ശരി. 16 വയസ്സിന് താഴെയുള്ള കുട്ടിക്ക് നേരെയുള്ള കടന്നുകയറ്റത്തിലുള്ള അതൊരു ഒരു ലൈംഗിക അതിക്രമം തന്നെയാണ്. പക്ഷേ അത് ഗൗരവമേറിയ ലൈംഗിക അതിക്രമത്തിന്റെ നിർവചനത്തിൽ പെടുന്നതല്ല. അപ്പോൾ പോക്സോ നിയമപ്രകാരം, പ്രൊട്ടക്ഷൻ ഓഫ് ചൈൽഡ് ഫ്രം സെക്ഷൽ ഒഫൻസസ് ആക്ട് നിയമപ്രകാരം കുട്ടികൾക്കെതിരായ കുറ്റകൃത്യങ്ങളെ 7ആയി തിരിക്കാം. 7 തരം കുറ്റകൃത്യങ്ങളാണ് ഉള്ളത്. ഒന്ന് പ്രവേശിത ലൈംഗിക അതിക്രമം, പെനിട്രേറ്റീവ് സെക്ഷൽ അസാൾട്ട് എന്ന് പറയും, പ്രവേശിത ലൈംഗിക അതിക്രമമാണ്. 2 ഗൗരവതരമായിട്ടുള്ള ലൈംഗിക അതിക്രമം. 3 ലൈംഗിക അതിക്രമം. 4 ഗൗരവതര ലൈംഗിക അതിക്രമം. അതുപോലെ തന്നെ അശ്ലീല ചിത്രങ്ങളോ വീഡിയോകളോ പുസ്തകങ്ങളോ പോലെയുള്ള അശ്ലീല കാര്യങ്ങൾ കുട്ടിയെ ഉപയോഗിക്കുന്നത്, ഇത്തരം കാര്യങ്ങൾ കുട്ടിയോട് ചെയ്യുന്നത്, കുട്ടിയെ കൊണ്ട് അയാളെയോ മറ്റാരെങ്കിലും ഇത് ചെയ്യുന്നതെല്ലാം തന്നെ കുറ്റകരമാണ്. അതുപോലെ കുട്ടി ഉൾപ്പെടുന്ന നീലചിത്രം പോലെയുള്ള അശ്ലീല വസ്തുക്കൾ സൂക്ഷിക്കുന്നത്, ഇങ്ങനെ 7 തരം കുറ്റകൃത്യങ്ങളാണ് പോക്സോ നിയമപ്രകാരം പറയുക. അപ്പോൾ ഇവിടെ പരീക്ഷയ്ക്ക് ചോദിച്ചത് എന്താണ്? ഗൗരവതര ലൈംഗിക അതിക്രമം, ഗൗരവതര ലൈംഗിക അതിക്രമത്തെക്കുറിച്ചാണ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പം പോക്സോ ആക്ടിലെ പ്രധാനപ്പെട്ട വകുപ്പ് സെക്ഷൻ 4(1) പെനിട്രേറ്റീവ് സെക്ഷൽ അസാൾട്ടിനെ പറ്റി പറയുന്നു. പ്രവേശിത ലൈംഗിക അതിക്രമത്തെ പറ്റി പറയുന്ന വകുപ്പ് സെക്ഷൻ 4(1) ഓർക്കുക. 4(1) പ്രകാരം ലഭിക്കുന്ന ശിക്ഷ 10 വർഷം വരെ തടവും പിഴയുമാണ്. ഇത് 7 വർഷമായിരുന്നു, ഇത് 10 വർഷമാക്കി വർദ്ധിപ്പിച്ചു എന്ന് ഓർത്തിരിക്കുക. സെക്ഷൻ 4(2) പറയുന്നു 16 വയസ്സിന് താഴെയുള്ള കുട്ടിയെ ഇത്തരത്തിൽ പെനിട്രേറ്റീവ് സെക്ഷൽ അസാൾട്ടിന് വിധേയമാക്കിയാൽ 20 വർഷത്തിൽ കുറയാത്ത തടവ് ശിക്ഷയും അത് ജീവപര്യന്തം തടവ് വരെ നീളാവുന്നതാണ്. ആ വ്യക്തിയുടെ ജീവപര്യന്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വ്യക്തിയുടെ സ്വാഭാവിക ജീവിതത്തിൽ അവശേഷിക്കുന്ന കാലഘട്ടമാണ് എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. പോക്സോ നിയമത്തിലെ സെക്ഷൻ 5(6) പ്രകാരം ഗൗരവതര പ്രവേശിത ലൈംഗിക അതിക്രമത്തിനുള്ള ശിക്ഷ, ഗൗരവതര പ്രവേശിത ലൈംഗിക അതിക്രമം എന്ന് പറയപ്പെടുന്ന കടുത്ത കുറ്റകൃത്യങ്ങൾ ലഭിക്കുന്ന ശിക്ഷ 20 വർഷം കഠിന തടവ് മുതൽ ജീവപര്യന്തം വരെ ശിക്ഷയും പിഴയുമാണ്, അല്ലെങ്കിൽ വധശിക്ഷ വരെ ലഭിക്കാവുന്ന കുറ്റകൃത്യമാണ് സെക്ഷൻ 5(6) പ്രകാരമുള്ള ഗൗരവതര പ്രവേശിത ലൈംഗിക. അതുപോലെ സെക്ഷൻ 9(10) പ്രകാരം ഗൗരവതര ലൈംഗിക അതിക്രമത്തിനുള്ള ശിക്ഷ
5 വർഷം മുതൽ 7 വർഷം വരെ തടവും പിഴയും. ഗൗരവതര പ്രവേശനമില്ല, ഗൗരവതര ലൈംഗിക അതിക്രമം. നമ്മൾ സെക്ഷൻ 5(6) പറയുന്നത് ഗൗരവതര പ്രവേശിത ലൈംഗിക അതിക്രമം, പെനിട്രേറ്റീവ് സെക്ഷൽ അസാൾട്ടാണ്. ഇതാണെങ്കിൽ എന്താണ് ഗൗരവതര ലൈംഗിക അതിക്രമത്തിനുള്ള ശിക്ഷ 5 വർഷം മുതൽ 7 വർഷം വരെയാണ് എന്ന കാര്യം ഓർക്കണം. ഓക്കെ. സെക്ഷൽ അസാൾട്ട്, ലൈംഗിക അതിക്രമത്തെ പറ്റി പറയുന്ന വകുപ്പ് സെക്ഷൻ 7 അതിനെപ്പറ്റി പറയുന്നത്. ലൈംഗിക ഉദ്ദേശത്തോടു കൂടിയ ഒരു കുട്ടിയുടെ സ്വകാര്യ ഭാഗങ്ങൾ സ്പർശിക്കുക, കുട്ടിയെ കൊണ്ട് അയാളുടെ അല്ലെങ്കിൽ മറ്റാരുടെയെങ്കിലും സ്വകാര്യ ഭാഗങ്ങൾ സ്പർശിപ്പിക്കുക, പ്രേരിപ്പിക്കുക, ഇത്തരം കാര്യങ്ങളെല്ലാം തന്നെ ലൈംഗിക അതിക്രമം ആണെന്ന് പറയാൻ പറ്റും. ഓർക്കുക. ഇതിനുള്ള ശിക്ഷ എന്താണ്? സെക്ഷൻ 7 പ്രകാരമുള്ള കുറ്റകൃത്യങ്ങളുള്ള ശിക്ഷ അത് 8 പറയുന്നത്. സെക്ഷൻ 8 പറയുന്നു 3 വർഷത്തിൽ കുറയാത്തതും 5 വർഷം വരെ ആകാവുന്നതുമായിട്ടുള്ള ലഘു കഠിന തടവ് ശിക്ഷയും കൂടാതെ പിഴ ശിക്ഷയും ലഭിക്കുന്നതാണ്. അതുപോലെ സെക്ഷൽ ഹരാസ്മെന്റ് എന്ന് പറയും, ലൈംഗിക പീഡനം എന്നൊക്കെ പറയാം. ലൈംഗിക പീഡനം എന്താണ്? സെക്ഷൽ ഹരാസ്മെന്റ് സെക്ഷൻ 11 പറയുന്നത്. അതായത് ലൈംഗിക ചുവയോടെയുള്ള തുറിച്ചു നോട്ടം, ആഗ്യം കാണിക്കുക, സ്വയം വിവസ്ത്രനാകുക, ലൈംഗിക ചുവയുള്ള ശബ്ദവിജികൾ പുറപ്പെടുവിക്കുക, ഒരു പെൺകുട്ടിയെ നിരന്തരം പിന്തുടരുക തുടങ്ങിയ കാര്യങ്ങളാണ് സെക്ഷൻ 11 പറയുന്നത്. അതിൻ്റെ ശിക്ഷ എന്നറിയപ്പെടുന്നത് 12. സെക്ഷൻ 12 പറയുന്നു 3 വർഷം വരെ ആകാവുന്ന ലഘു കഠിന തടവ് ശിക്ഷയും കൂടാതെ പിഴയുമാണ് ലഭിക്കുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഈ കഴിഞ്ഞ CPO പരീക്ഷയുമായി ബന്ധപ്പെട്ട സ്പെഷ്യൽ ടോപ്പിക്കിൻ്റെ പ്രധാനപ്പെട്ട ചില ചോദ്യങ്ങളും അവയുമായി ബന്ധപ്പെട്ട വസ്തുതകളുമാണ് ഈ ഒരു ഭാഗത്ത് നമ്മൾ ചർച്ച ചെയ്തത്. പ്രധാനപ്പെട്ട സ്പെഷ്യൽ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട മറ്റു പ്രധാനപ്പെട്ട വസ്തുതകളുമായി നമുക്ക് അടുത്തൊരു ഭാഗത്ത് കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി ബായ്. പ്രിയ ഉദ്യോഗാർത്ഥികളെ, എല്ലാവരും LDC 2024 അവസാന റൗണ്ട് പോരാട്ടത്തിലായിരിക്കും. ഞങ്ങളുമുണ്ട് നിങ്ങളോടൊപ്പം. ടീം കോമ്പറ്റീറ്റീവ് ക്രാക്കർ പാലക്കാടിൻ്റെ മണ്ണിലേക്ക് എത്തുകയാണ്. കരിമ്പനകളിൽ കാറ്റുപിടിക്കുന്ന പാലക്കാടിൻ്റെ മണ്ണ്, സംസ്കൃതിയുടെ കസ്തൂരി മണമുള്ള തസ്രാക്കിൻ്റെ മണ്ണിലേക്ക് ഞങ്ങൾ എത്തുന്നു. കേരളത്തിലെ മികച്ച അധ്യാപകർ തയ്യാറാക്കുന്ന ചോദ്യശേഖരവുമായി ഒരു മോക്ക് ടെസ്റ്റ് നടത്തുകയാണ്. ജൂലൈ മാസം 13-ാം തീയതിയാണ് ഞങ്ങൾ എത്തിച്ചേരുന്നത്. കേവലം 100 രൂപ രജിസ്ട്രേഷൻ ഫീസ് അടച്ചുകൊണ്ട് നിങ്ങൾക്കും ഈ പരീക്ഷ അറ്റൻഡ് ചെയ്യാം. പരീക്ഷ മാത്രമല്ല, അതിനുശേഷം കേരളത്തിലെ മികച്ച അധ്യാപകരുടെ നേതൃത്വത്തിൽ, സബ്ജക്ട് എക്സ്പേർട്സിന്റെ നേതൃത്വത്തിൽ ഓരോ ടോപ്പിക്കിനെ സംബന്ധിച്ച വിശദമായിട്ടുള്ള ഒരു ഡിസ്കഷൻ സെക്ഷൻ കൂടി ഉണ്ടായിരിക്കും. ഈ സുവർണാവസരം നഷ്ടപ്പെടുത്താതെ ശ്രദ്ധിക്കുമല്ലോ. അപ്പോൾ എൻ്റെ പേര് രാഖിൽ RS. കേരള PSCയുടെ പ്രധാനപ്പെട്ട ടോപ്പിക്കായ കേരളം ഭരണ സംവിധാനം എന്ന ടോപ്പിക്കുകൾ കൈകാര്യം ചെയ്യുന്ന അധ്യാപകനാണ്. അപ്പോൾ നമുക്കിനി പാലക്കാടിൻ്റെ മണ്ണിൽ വെച്ച് വീണ്ടും കാണാം. എല്ലാവരും അടിച്ചു കയറി വായോ. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഗുഡ് ബൈ.